അപ്പോൾ XS3 കോഡ് എന്ന് പറയുന്നത് ഒരു ബൈനറി കോഡഡ് ഡെസിമൽ തന്നെയാണ്, ഒരു BCD കോഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഡെസിമൽ ഡിജിറ്റ് നമുക്ക് തരികയാണെങ്കിൽ ആ ഒരു ഡെസിമൽ ഡിജിറ്റിനെ +3 കൊണ്ട് ആഡ് ചെയ്തിട്ട് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4-bit ബൈനറി ഇക്വലന്റ് ആയിട്ടാണ് എഴുതുന്നത്. ഈ XS കോഡ് കൂടുതലും നമുക്ക് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടു സിംപ്ലിഫൈ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഇൻ സം ഡിവൈസസ്. ചില കാൽക്കുലേറ്റേഴ്സിൽ, ചില മിനി കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്ക് ഈ XS3 കോഡ് യൂസ് ചെയ്യാം. അതായത് ഒരു നമ്പറിനെ +3 ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ബൈനറി ഇക്വലന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈച്ച് ഡെസിമൽ ഡിജിറ്റ് ഈസ് എൻകോഡഡ് ബൈ ആഡിങ് 3 ഇൻ ബൈനറി ടു ദി നമ്പർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡെസിമൽ ഡിജിറ്റ് 0 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനെ ബൈനറി ആയിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0000. പക്ഷെ ഈ XS3 കോഡ് എന്ന് പറയുന്ന റെപ്രസെന്റേഷനിൽ ആ ഒരു കോഡിന്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ അതുണ്ട്. XS3, അതായത് എന്ത് കൊടുത്താലും +3 കൊണ്ട് അതിനെ ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്യും. ഇപ്പൊ 0 എന്ന് പറയുന്ന നമ്പറിന് ഈ ഒരു 0 +3 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0000 +00 ആഡ് ചെയ്ത് 0011 ആയിട്ട് എഴുതും. 1 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ 0001 +0011 = 0100. ഈ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ബൈനറി അഡീഷൻ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 0 + 0 0 ആയിരിക്കും. 0 + 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 + 0 1 ആണ്. 1 + 1 എന്ന് പറയുന്നത് നമ്മൾ 10 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ക്യാരി എടുത്ത് കളഞ്ഞിട്ട് അത് 0 ആയിട്ട് തന്നെ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാം. XS3 code is a simple modification of BCD code. It is how each decimal digit is represented in XS3. 0 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റിനെ +3 ചെയ്യുമ്പോൾ 0011 ആയിട്ട് എഴുതാം. 1 എന്ന് പറയുന്നത് 0001 ആണ്. +0011 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 0100 കിട്ടും. ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് 0 to 9 നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. അതിനെ എങ്ങനെ ബൈനറി കോഡിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. നമുക്കിപ്പം 9 ആണ് നമുക്ക് തരുന്നത് എന്ന് വിചാരിക്കുക, എക്സാമിന് തരുന്നത്. 9 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ഡിജിറ്റിനെ നമുക്ക് എങ്ങനെ XS3 കോഡായിട്ട് എഴുതാൻ പറ്റും? അപ്പോൾ XS3 എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ ഈ ഡെസിമൽ ഡിജിറ്റിനെ +3 കൊണ്ട് അങ്ങ് ആഡ് ചെയ്തേക്കുക. 9 + 3 ചെയ്യുന്നു, 12 കിട്ടും. 12നെ നമുക്ക് തിരിച്ചെങ്ങനെ ബൈനറി കോഡിൽ റെപ്രസെന്റ് ചെയ്യാം? ഈ 1100 എന്ന് പറയുന്നത് 2⁻0 2⁻1 2² 2³ + 2² + 0 × 2⁻1 + 0 × 2⁻4. 1100 എന്ന് പറയുന്നത് നമുക്ക് ബൈനറി കോഡിൽ എങ്ങനെ 12 തന്നെയാണ് അല്ലേ? അപ്പോൾ XS3 കോഡിൽ 1100 എന്ന് പറയുന്നത് 9 ആണ്. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 7 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റ് ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ XS3 കോഡ് എന്താണെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. XS3 കോഡ് എന്താണ് എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. +3 ചെയ്യുക. 7 + 3 10. ആ 10നെ കറക്റ്റ് ആയിട്ട് ബൈനറി ഇക്വലന്റ് എഴുതിയാൽ ഇവിടെ 2⁻3 + 2⁻1 8 + 2 10. അതാണ് ഇതിന്റെ ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺവേർട്ട് 235 to XS3 കോഡ്. ഡെസിമൽ 2നെ നമുക്ക് 0101 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആദ്യം ഡെസിമൽ 2നെ നിങ്ങൾ 2 + 3 ചെയ്തിട്ട് 5 ആക്കാം. 5നെ ബൈനറി ഇക്വലന്റ് ആയിട്ട് എഴുതാം. അതെന്താണ്? 101 തന്നെയാണ്, 0101 തന്നെയാണ്. ഡെസിമൽ 3യെ നമ്മൾ +3 ചെയ്യുന്നു.
അപ്പോൾ 6 കിട്ടുന്നു. 6നെ നമ്മൾ എങ്ങനെ ബൈനറി ഇക്വലന്റ് ആയിട്ട് എഴുതുന്നു? 0 1 1 0 ആയിട്ട് എഴുതാം. ഡെസിമൽ 5. ഡെസിമൽ 5നെ XS3 എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 5 പ്ലസ് 3 8. 8നെ നമ്മൾ 1 0 0 0 ആയിട്ടാണ് എഴുതുന്നത്. അതായത് 2 raised to 0, 0 into 2 raised to 0, 2 raised to 1, 2 square പ്രൈമറി ഇല്ല, 1 into 2 cube. അതായത് XS3 എന്ന് പറയുന്നത് 1 0 0 ആയിട്ടാണ് പ്രസന്റ്. സോ 235 in XS3 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, XS3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് PCD കോഡ്. അതായത് അത് ഒരു ബൈനറി കോഡ് ഡെസിമൽ തന്നെയാണ്. ഏതൊരു ഡിജിറ്റിനെയും നമ്മൾ 4 ബിറ്റ് ആയിട്ട് തന്നെയാണ് XS3 റെപ്രസെന്റ് ചെയ്യുക. അതായത് 3 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ഡിജിറ്റ് ആണെങ്കിൽ പോലും അതിനെ 4 ബിറ്റ് 0 1 1 0 എന്ന് പറയുന്ന ഒരു 4 ബിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ XS3 കോഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഓരോ ഡിജിറ്റിനെയും XS3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്ലസ് 3 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, അതായത് 3 കൊണ്ട് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ എടുത്ത് ഒന്നിച്ച് എഴുതും. ഇത്രയേ ഉള്ളൂ XS3 കോഡ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. BCD കോഡ് നമ്മൾ എഴുതിയതുപോലെ തന്നെ XS3 കോഡും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഓരോ ഡിജിറ്റിനെയും 3 കൊണ്ട് ആഡ് ചെയ്യുക, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എടുത്തെഴുതുക. 0 to 9 വരെയുള്ള ബൈനറി കോഡ്സ് ജസ്റ്റ് കാണാതെ പഠിച്ചു വെച്ചേക്കുക, അത് കൺവേർട്ട് ചെയ്ത് എഴുതും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഞാൻ ഡിഫറൻസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ആണ് ഈച്ച് ഡിജിറ്റ് പ്ലസ് 3. അതാണ് XS3 കോഡ്. ഈച്ച് ഡിജിറ്റിന് പ്ലസ് 3 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. BCD കോഡ് ഡയറക്റ്റ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഈച്ച് ഡെസിമൽ ഡിജിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്പർ ഓഫ് ബിറ്റ്സ് സെയിം തന്നെയാണ്, 4 ബിറ്റ്സ് പെർ ഡിജിറ്റ് ആണ്. കാരണം XS3 കോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ BCD കോഡ് തന്നെയാണ്. അതൊരു ടൈപ്പ് ഓഫ് BCD കോഡ് തന്നെയാണ്. ജസ്റ്റ് വ്യത്യാസം എന്താന്ന് വെച്ചാൽ പ്ലസ് 3 ചെയ്യുന്നു, അത്രയും. ഇത് 4 ബിറ്റ്സ് പെർ ഡിജിറ്റ് തന്നെയാണ്. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി XS3 കോഡിനെ യൂസ് ചെയ്യുന്നത്. ബെറ്റർ എറർ ഡിറ്റക്ഷൻ ടു യുണീക് കോഡ് പാറ്റേൺ. ഈ 00 11 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള കോഡ് പാറ്റേൺസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു XS3 കോഡ് നമ്മൾ ഒരു ബെറ്റർ എറർ ഡിറ്റക്ഷൻ, എറർ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ അയക്കുന്ന കോഡ് അറ്റ് ദ റിസീവർ എൻഡിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്നറിയാനായിട്ടാണ് XS3 കോഡ് യൂസ് ചെയ്യുന്നത്. നോ ബിൽറ്റ് ഇൻ എറർ ഡിറ്റക്ഷൻ. അതായത് എറർ ഡിറ്റക്ഷൻ പൊതുവെ BCD കോഡ്സ് യൂസ് ചെയ്യാറില്ല. അരിത്മെറ്റിക് സിംപ്ലിസിറ്റി, സിംപ്ലിഫൈസ് അഡീഷൻ. അഡീഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ XS3 കോഡ് യൂസ് ചെയ്യാറുണ്ട്. ക്യാൻ ബി മോർ കോംപ്ലക്സ് ഫോർ സർട്ടൺ ഓപ്പറേഷൻസ്. ഇത് ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഒരു ഡിഫറൻസ് ആവശ്യമില്ല. പക്ഷേ എക്സാമ്പിൾസ്, ഈ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതോറും നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം എന്തായാലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ഈ നമ്പർ സിസ്റ്റംസിന്റെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്പർ സിസ്റ്റം കൺവേർഷൻ ഓർ ഇതുപോലത്തെയുള്ള കോഡ് കൺവേർഷൻസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് XS3 കോഡ്, ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എറർ ഡിറ്റക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ helps with detecting errors as any invalid digit in the code other than 00002 1100 can be flagged as incorrect. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്, നമുക്കത് ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. Simplifies arithmetic. It makes certain arithmetic operations easier because the addition of 3 helps avoid the need for complex carry operations. No need for negative digits. But negative numbers can be represented more easily because all digits are represented by positive binary value. ഇതുപോലത്തെ നെഗറ്റീവ് ഡിജിറ്റ്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം XS3 കോഡ് എറർ ഡിറ്റക്ഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഡിജിറ്റ്സിന്റെ ഒന്നും റെപ്രസെന്റ് ചെയ്യേണ്ട ഇത് വരുന്നില്ല. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബൈനറി കോഡിന്റെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു നമ്പറിനെ നമ്മൾ 4 ബിറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇപ്പോൾ 239 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് 4 ബിറ്റ്സ് വേണം.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഎഫിഷ്യന്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത്. ഓരോ നമ്പറിനെയും നമുക്ക് 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഇപ്പം 3 ബിറ്റ് ആണെങ്കിൽ 12 ഡിജിറ്റ്സ് വേണം, 4 ഡിജിറ്റ് ഉള്ള ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ 16 ബിറ്റ്സ് വേണം. അപ്പോൾ ഇൻഎഫിഷ്യന്റ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ്. ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി. ഇപ്പോൾ ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ ഡിജിറ്റിനെയും നമുക്ക് 3 കൊണ്ട് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും എടുത്തെഴുതാൻ. അപ്പോൾ അത്രയും കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു നമ്പർ വരികയാണ്, ഇപ്പോൾ 1 2 3 4 5 6 7 8 ഇതുപോലൊരു നമ്പറിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം എങ്കിൽ ഇതിനെ +3 കൊണ്ട് ആഡ് ചെയ്യണം, +3 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 കൊണ്ട് ആഡ് ചെയ്യുക, അതിനെ വീണ്ടും റെപ്രസെന്റ് ചെയ്യുക. വീണ്ടും കാൽക്കുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും തിരിച്ച് -3 ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനത്തെ കുറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്ന ഒരു കോഡ് ആയതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റിയും കൂടുതൽ. അതുകൊണ്ട് തന്നെ വേറൊരു കോഡ് ടൈപ്പാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കോംപ്ലക്സിറ്റി കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഗ്രേ കോഡ് കൊണ്ടുവന്നത്. ഇറ്റ്സ് എ ബൈനറി നമ്പർ സിസ്റ്റം വേർ 2 സക്സസീവ് വാല്യൂസ് ഡിഫർ ഇൻ ഓൺലി 1 ബിറ്റ്. അപ്പോൾ അതായത് ഓരോ ബിറ്റും ജസ്റ്റ് 2 ഡിഫർ ചെയ്യുന്നു, ജസ്റ്റ് ഒരു ബിറ്റ് ആയിട്ട്. ഇപ്പൊ 1-ൽ നിന്നും 2-ലേക്ക് മാറുമ്പോൾ ഒറ്റ ബിറ്റ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 2-ൽ നിന്നും 3-ലേക്ക് വരുമ്പോൾ ഒരു ബിറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഗ്രേ കോഡ് വരുന്നത്. അതായത് നെക്സ്റ്റ് സക്സസീവ് ആയിട്ട് വരുന്ന ഓരോ നമ്പറും ജസ്റ്റ് ഒരു ഒറ്റ ബിറ്റിന്റെ ഡിഫറൻസിൽ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അത് എൻകോഡ് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രേ കോഡ് കുറച്ചുകൂടെ കോമൺലി ആയിട്ട് ഈ എറർ ഡിറ്റക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ഗ്രേ കോഡ് ഈസ് യൂസ്ഡ് ബിറ്റ് സൈസ് എറേഴ്സ് ഇൻ ഡിജിറ്റൽ സിസ്റ്റംസ്, പർട്ടിക്കുലർ ഇൻ മെക്കാനിക്കൽ എൻകോഡേഴ്സ്. ഈ മെക്കാനിക്കൽ ആയിട്ട് കൂടുതലും ഈ മോട്ടർ, ഇപ്പം നമുക്കറിയാം സാധാ മോട്ടർ എന്ന് പറയുന്നത് ഈ സർക്കുലർ പാറ്റേണിലൊക്കെ മൂവ് ചെയ്യുന്ന കുറെ മോട്ടോഴ്സ് കാണും. ഈ മോട്ടറിലൊക്കെ അതിന്റെ ഓരോ പൊസിഷനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലോക്ക് തന്നെ ഒരു ചെറിയൊരു മോട്ടറാണ്. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഓരോ പൊസിഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോ പൊസിഷനെ നമുക്ക് ഗ്രേ കോഡിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒരു സിംഗിൾ ഒരു മൂവ്മെന്റ് വരുമ്പോഴത്തേക്കും അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് തന്നെ ജസ്റ്റ് ഒരു ബിറ്റിന്റെ ഒരു ചേഞ്ച് മാത്രം മതിയാവും. അപ്പൊ ഗ്രേ കോഡ് അങ്ങനത്തെ ഈ മോട്ടറിന്റെ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. In traditional binary code, all bits can change at once when moving from one number to the next. For example, നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് 0001, പക്ഷെ 2 0010 ആയിട്ട് വരും. അതായത് 0001 0010 അവസാനത്തെ 2 ഡിജിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 0001 to 0010 എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 ബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ട്രഡീഷണൽ ബൈനറി കോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രേ കോഡിൽ അങ്ങനെയല്ല. നമുക്ക് ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരൊറ്റ ബിറ്റ് മാത്രമേ വരുന്നു. ഇവിടെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ദ ചേഞ്ച് ഫ്രം 1 to 2 ഇൻ ബൈനറി ഇൻവോൾവ്സ് 2 ബിറ്റ്സ് ചേഞ്ചിങ്. 0 1, ഈ 1 0 ആകുന്നു, ഈ 0 1 ആകുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലും എറർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ ഇപ്പോൾ ജസ്റ്റ് 0001 അതിനുശേഷം 0011 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ ജസ്റ്റ് ഈ ഒരു സെക്കൻഡ് ബിറ്റ് മാത്രമേ ചേഞ്ച് വരുന്നു. 0010ക്ക് പകരം 0011 ആണ് അടുത്ത് നെക്സ്റ്റ് ഈ ഒരു 2 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ 1 ആയിട്ട് തന്നെ നിൽക്കും. ഈ 0 1 ആയിട്ട് മാറും. അപ്പൊ ഒരു ബിറ്റ് മാത്രമേ ചേഞ്ച് വരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗ്രേ കോഡ് ഈ ഒരു മെക്കാനിക്കൽ പരിപാടികൾ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ ഒക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇൻ ഗ്രേ കോഡ് ദ ചേഞ്ച് ഫ്രം 1 to 2 would only involve 1 bit change. ജസ്റ്റ് ഒരു ബിറ്റ് മാത്രമേ 1 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും 2 നമ്പറിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. ഗ്രേ കോഡ് കൺവേർഷൻ മെത്തേഡ് ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്
of the gray code is the same as the most significant bit of the binary. അതായത് ബൈനറി ട്രീ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണ്. കൺവേർട്ട് ബൈനറി 3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഗ്രേ കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 0011 3നെ നമ്മൾ ബൈനറി ആയിട്ട് എടുത്തെഴുതും. 0011 അത് എടുത്തെഴുതിയതിനു ശേഷം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് 0, ഈ 0യെ നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതും. കാരണം ഗ്രേ കോഡിലും ബൈനറി കോഡിലും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ, ലെഫ്റ്റ് ആയിട്ട് ഏറ്റവും ഇടത്തെ അറ്റത്ത് കിടക്കുന്ന നമ്പറിനെയാണ് നമ്മൾ MSB ആയിട്ട് എഴുതുന്നത്. ഈ 0 ആയിട്ട് തന്നെ എഴുതുക. പിന്നെ ഇതും അതിന്റെ നെക്സ്റ്റ് ഡിജിറ്റുമായിട്ട് ആഡ് ചെയ്യുക, അതായത് XOR എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈനറി അഡീഷൻ ആണ്. നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഓൾറെഡി പഠിച്ചു കാണും. ജസ്റ്റ് ബൈനറി അഡീഷൻ ചെയ്യുന്നു, 0 + 0 ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് 0 ആണ്. അപ്പോൾ ഈ 0 വീണ്ടും എടുത്തെഴുതും. XOR the next 2 bits. നെക്സ്റ്റ് 2 bits എന്ന് പറയുമ്പോൾ ഈ 0യും ഈ 1, 0 + 1 ചെയ്യുന്നു. അതിന്റെ ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ 1 + 1ന്റെ ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 10 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ വി ഹാവ് ടു ഡിസ്കാർഡ് ദ ക്യാരി വരുന്നതിന് ഡിസ്കാർഡ് ചെയ്യുക. അപ്പൊ 1 + 1 എന്ന് പറയുന്നതിന്റെ ആൻസർ 10 ആണ് വരുന്നത്. ഈ 1നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു, 0 മാത്രം എഴുതുന്നു. അപ്പോൾ എൻറ്റയർ റിസൾട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് വരുന്ന 0 ആയിട്ട് തന്നെ എഴുതുന്നു. രണ്ടാമത് വന്നിരിക്കുന്ന 0 ആയിട്ട് തന്നെ എഴുതുന്നു. മൂന്നാമത് വന്നിരിക്കുന്ന 1 ആയിട്ട് എഴുതുന്നു. നാലാമത് വന്നിരിക്കുന്ന 0 എഴുതുന്നു. അപ്പോൾ 0011 എന്ന് പറയുന്ന ബൈനറി 3നെ നമ്മൾ ഗ്രേ കോഡിൽ 0010 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിരിക്കുകയാണ്. ഈ ടേബിളിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 000 എന്ന് പറയുന്ന ബൈനറി നമുക്ക് ഗ്രേ കോഡിൽ അതായിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നതിന് 001 ഗ്രേ കോഡ് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാം. 2 എന്ന് പറയുന്ന നമ്പർ ബൈനറിയിൽ 010 ആണ് നമുക്കറിയാം. പക്ഷെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു മെത്തേഡ് ഒന്ന് ഓർത്ത് നോക്കുക. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആയിട്ട് തന്നെ എഴുതി. 0 + 1 അതിന്റെ നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റിൽ വരുന്ന നമ്പറിനായിട്ട് ആഡ് ചെയ്യുന്നു. 0 + 1 ആയിട്ട് എഴുതി. പിന്നെ വരുന്നത് എന്താണ്? 1 + 0. അതിന്റെ നെക്സ്റ്റ് ഈ ഒരു നമ്പറും അതിന്റെ നെക്സ്റ്റ് ആയിട്ട് റൈറ്റ് മോസ്റ്റ് അതിന്റെ നെക്സ്റ്റ് റൈറ്റിൽ വരുന്ന നമ്പറുമായിട്ട് ആഡ് ചെയ്യുന്നു. 1 ഗ്രേ കോഡ് ബൈനറി 2 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി കോഡ് 010 ആണെങ്കിൽ അതിന്റെ ഗ്രേ കോഡ് എന്ന് പറയുന്നത് 011 ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 6ഉം കൂടെ നോക്കാം. ഡെസിമൽ 6 ബൈനറിയിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇത് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കാണാതെ പഠിച്ച് വെക്കുക. കാരണം 0 to 9 ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് അത് കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ്. കാരണം ഇതുപോലത്തെയുള്ള കൺവേർഷൻസിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ബൈനറി ഈക്വലന്റ് എഴുതിയിട്ട് അതിന്റെ ഗ്രേ കോഡായിട്ടോ അല്ലെങ്കിൽ XS3 കോഡായിട്ടോ എഴുതേണ്ടുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ജസ്റ്റ് ബൈ ഹാർട്ട് ആക്കി വെക്കുക. നമുക്കറിയാം ഈ ബൈനറി അറിയാമെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതുപോലെ തന്നെ എടുത്തെഴുതുക. 1 ആയിട്ട് തന്നെ എഴുതുക. ബൈനറി അഡീഷൻ നെക്സ്റ്റ് റൈറ്റ് ബിറ്റിനെ നമുക്ക് ബൈനറി അഡീഷൻ ചെയ്തു. 1 + 1 ചെയ്യുന്നു. 1 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ് ബൈനറി അഡീഷനിൽ. പക്ഷെ ആ 1നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു, 0 എടുത്തെഴുതുന്നു. പിന്നെ 0 എടുത്തെഴുതിയതിന് ശേഷം ഇത് തമ്മിലാണ്, കാരണം ഇതുമായിട്ട് ബന്ധം വരുന്നില്ല. ഈ 1 + 0 നമ്മൾ ചെയ്യുന്നു, 1 എഴുതി. അപ്പോൾ 6 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമുക്ക് ഗ്രേ കോഡിൽ 101 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 7 നമുക്ക് ബൈനറിയിൽ 111 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 1 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണ്. 1 അതുപോലെ തന്നെ എഴുതി. പിന്നെ 1 + 1 ചെയ്യുന്നു. ബൈനറി അഡീഷനിൽ 10 വരുന്നു. 1നെ ഡിസ്കാർഡ് ചെയ്യുന്നു, 0 എഴുതി.
വീണ്ടും ഇതും അതിന്റെ നെക്സ്റ്റ് റൈറ്റിൽ വരുന്ന നമ്പറിന് ആഡ് ചെയ്യുന്നു. 1+1 ചെയ്യുന്നു. 1 0 ആണ് കോഷ്യന്റ് ആയിട്ട് വരുന്നത്. 1നെ ഡിസ്കാർഡ് ചെയ്യുന്നു, 0 ആയിട്ട് എഴുതും. അപ്പോൾ 7 എന്ന് പറയുന്ന ഡെസിമലിന്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 111 ആണ്. ഗ്രേ കോഡ് എന്ന് പറയുന്നത് 100 ആണ്. ഗ്രേ കോഡ് ടു ബൈനറി കൺവേർഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഗ്രേ കോഡ് ടു ബൈനറി കൺവേർഷൻ. പക്ഷെ ഇവിടെ സിമിലർ തിങ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഓഫ് ബൈനറി കോഡ് ഇസ് സെയിം ആസ് ദി MSB ഓഫ് ഗ്രേ കോഡ്. നമുക്കൊരു നമ്പർ തരുന്നു, അതിന്റെ ബൈനറി കോഡായിട്ട് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഗ്രേ കോഡാണ് തരുന്നത്, അതിന്റെ ബൈനറി കോഡ് എഴുതുക എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. അപ്പോൾ MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 നമ്മൾ അതുപോലെ തന്നെ എഴുതി. പിന്നെ ഈ എഴുതിയ 1നെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യാം. 1+0 അത് 1 കിട്ടും. പിന്നെ നമുക്ക് കിട്ടിയ ആൻസറിനെ, അതായത് ഇവിടെ 1 ആണ് കിട്ടിയത്, ഈ കിട്ടിയ ആൻസർ +1 1 പ്ലസ് നെക്സ്റ്റ് ബിറ്റ് 1+1 0. ഇതിനെ നമ്മൾ ഒന്നിച്ച് എടുത്തെഴുതി. ആദ്യം 1, പിന്നെ 1, പിന്നെ 0. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഗ്രേ കോഡ് എന്ന് പറയുന്നത് 101 ആണ്. അതിന്റെ ബൈനറി കോഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്താണെങ്കിലും അത് അതുപോലെ തന്നെ എടുത്തെഴുതുക. 1 ആണ് ഇവിടെ MSB ആയിട്ട് വരുന്നത്. ബൈനറി കോഡിലും 1 തന്നെയായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പോൾ അത് എടുത്തെഴുതിയതിന് ശേഷം ഈ 1ഉം അത് നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യും. 1+0 1, പിന്നെ 1+0 1. ഈ ഒരു 1 വന്നതിന് വീണ്ടും അതിന്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യും. 1+1 0. അപ്പോൾ ടോട്ടൽ ഗ്രേ കോഡ് ഇത് എല്ലാം കൂടെ എന്നിട്ട് ഒന്നിച്ച് എടുത്തെഴുതി. ഗ്രേ കോഡ് 101 എന്ന് പറയുന്നത് ബൈനറിയിൽ 110 ആയിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തിരിച്ച് ബൈനറി ടു ഗ്രേ കോഡ് അന്നേരം തന്നെ ചെയ്തു നോക്കാം. കാരണം 1 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 അവിടെ എഴുതുക. ബൈനറി ടു ഗ്രേ കോഡ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിലാണ്. നമ്മൾ ഈ എടുത്തെഴുതിയ ഒരു ആഡഡ് വാല്യൂ ആയിട്ട് ഒരു ബന്ധമില്ല. 1+1 ചെയ്യുന്നു 0, 1+0 ചെയ്യുന്നു. അപ്പോൾ 101 ആണ് ഗ്രേ കോഡ് വരുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടിയ ആൻസറിനെ വീണ്ടും ജസ്റ്റ് തിരിച്ചൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക, അത് കൺഫേം ചെയ്യുക അത് തന്നെയാണോ എന്ന് ഉറപ്പാക്കുക. അപ്പോൾ വൈ യൂസ് ഗ്രേ കോഡ്? ഗ്രേ കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു നമ്പറിൽ നിന്നും അതിന്റെ നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിലേക്ക് പോവാന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റ ബിറ്റിന്റെ ചേഞ്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ ഓണോ അല്ലെങ്കിൽ ഓഫോ ആക്കിയാൽ മതി. നമുക്കറിയാം ഓരോ ബിറ്റിന്റെ ചേഞ്ച് എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ഡിജിറ്റിലേക്ക് മാറണമെങ്കിൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് നമ്മൾ ഒരു ഓൺ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നും ഒരു ഓഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ ട്രാൻസിസ്റ്ററെ മാറ്റുമ്പോഴാണ് ഇങ്ങനൊരു ബിറ്റ് ചേഞ്ച് അവിടെ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, സർക്യൂട്ട്സ്, നിങ്ങളത് പഠിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 8 to 9 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 ബിറ്റ് ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ പൊസിഷൻ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. വേറൊരു കേസിൽ ഇപ്പൊ ബൈനറി കോഡഡ് ആണെങ്കിൽ ചിലപ്പോൾ 2 ട്രാൻസിസ്റ്ററിന്റെയോ അല്ലെങ്കിൽ 3 ട്രാൻസിസ്റ്റേഴ്സിന്റെയോ ഒക്കെ ചേഞ്ച് വരാം. അപ്പൊ ആ ഒരു ചേഞ്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ തന്നെ എറർ അടിക്കും. അപ്പോൾ ആ ഒരു എറർ മിനിമൈസ് ചെയ്യാനാണ് നമ്മളിവിടെ ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മെക്കാനിക്കൽ എൻകോഡേഴ്സിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം പൊസിഷൻ ഇപ്പോൾ ചില മോട്ടറിന്റെ ഒക്കെ ആംഗുലർ പൊസിഷൻ അല്ലെങ്കിൽ സർക്കുലർ മോഷനിലുള്ള പൊസിഷൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രേ കോഡ് യൂസ് ചെയ്യാറുണ്ട്. Used in digital systems, gray code is used in systems where accurate and smooth transition between states is critical. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 2 ട്രാൻസിസ്റ്റേഴ്സ് ഒന്നിച്ച്
ഓൺ ആവുക, അല്ലെങ്കിൽ ഒരെണ്ണം ഓൺ ആവുകയും ഒരെണ്ണം ഓഫ് ആകുകയും ചെയ്യുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അത് ആയില്ലെങ്കിൽ അത് വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന റിസൾട്ട്സ് ഉണ്ടാക്കുന്ന കേസ് വരാം. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ ഗ്രേ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന പോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് നിങ്ങൾ പഠിച്ച് കാണും. ADCs ഒക്കെ DAC അതിന്റെ ഡയഗ്രാം, സ്കിമാറ്റിക് ഡയഗ്രാംസും അതിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു കാണും. അപ്പോൾ അങ്ങനത്തെയുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഗ്രേ കോഡാണ് യൂസ് ചെയ്യുന്നത്. പൊസിഷൻ സെൻസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആംഗുലർ മോഷൻ, സർക്കുലർ മോഷനിലൊക്കെ തിരിയുന്ന ചില സിസ്റ്റംസിലൊക്കെ പൊസിഷൻ സെൻസ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലത്തെ ജസ്റ്റ് സ്മൂത്ത് ട്രാൻസിഷൻ വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഈ പൊസിഷൻ സെൻസിങ് ഒക്കെ. അങ്ങനത്തെയുള്ള ഡിജിറ്റൽ സിസ്റ്റംസിൽ നമ്മൾ ഗ്രേ കോഡാണ് യൂസ് ചെയ്യുന്നത്. കാർനോ മാപ്പ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതാണ്. കാർനോ മാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 ബിറ്റ് ചേഞ്ച് മാത്രം വരുന്ന ആപ്ലിക്കേഷനാണ്, ഒരു ഡയഗ്രമാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഗ്രേ കോഡാണ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് നമുക്ക് ഓൾറെഡി അറിയാം, 1 ബിറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ മിനിമൈസിങ് ദ റിസ്ക് ഓഫ് എറർ. സ്മൂത്ത് ട്രാൻസിഷൻ ആണ്. ജസ്റ്റ് 1 ബിറ്റ് ചേഞ്ച് മാത്രം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രാൻസിസ്റ്റർ മാത്രം ജസ്റ്റ് ഓണിൽ നിന്നും ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഓൺ ആക്കുക. ജസ്റ്റ് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ വരും ഒരു പ്രത്യേക ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് മാറാം. എറർ ഡിറ്റക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെയുള്ള അവസ്ഥയിൽ തന്നെ ഈ എറർ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പമായി. കാരണം മോർ ദാൻ 1 ബിറ്റ് ചേഞ്ച് വന്നാൽ തന്നെ നമുക്ക് അവിടെ ഓക്കെ ഇതിനെന്തോ എറർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് തന്നെ സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാനും വളരെ എളുപ്പമായി. യൂസ് ഇൻ ലോജിക് ഡിസൈൻ. നമ്മൾ കാർനോ മാപ്പ് നേരത്തെ പറഞ്ഞു. അപ്പോൾ കാർനോ മാപ്പ് നമ്മൾ സാധാരണ എന്തിനാണ് ഒരു വലിയൊരു പ്രോസസ്സിങ്ങിനെ നമ്മൾ എത്രത്തോളം സിംപ്ലിഫൈ ആക്കാം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കാർനോ മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും ബിടെക്കിന് അല്ലെങ്കിൽ അതുപോലത്തെയുള്ള കോഴ്സുകൾക്കൊക്കെ. അപ്പോൾ കാർനോ മാപ്പ് എന്ന് പറയുന്ന ഈ ഒരു എറർ മിനിമൈസേഷൻ ടെക്നിക്ക് നമ്മൾ കൂടുതലും ലെങ്ത് മിനിമൈസേഷൻ. ഈ എന്തെങ്കിലും ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നമുക്കതിനെ മിനിമൈസ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിൽ, ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്യൂട്ടിലോ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ കാർനോ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർനോ മാപ്പിൽ നമുക്ക് ഗ്രേ കോഡ് ആണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യാൻ. പാരിറ്റി കോഡ്സ്. പാരിറ്റി കോഡ്സും കൂടെ പറയാം. ഇത് വളരെ എളുപ്പമാണ്. പാരിറ്റി കോഡ്സ് ആഡ് ആൻ എക്സ്ട്രാ ബിറ്റ് ടു എ ബൈനറി മെസ്സേജ് ടു ഹെൽപ്പ് ഡിറ്റക്ട് എറേഴ്സ്. നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യും. ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് നമുക്ക് സെൻഡറിന്റെ സൈഡിൽ നിന്നും റിസീവറിന്റെ സൈഡിലേക്ക് കിട്ടേണ്ടത്. പക്ഷേ ഈവൻ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് കിട്ടിയത് എങ്കിൽ നമുക്കവിടെ എന്ത് മനസ്സിലാക്കാം? അവിടെ എന്തോ ഒരു നോയ്സ് ആഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സിഗ്നൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമുക്ക് ഈ പാരിറ്റി കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് എന്ന് പറയുന്നത് ഈവൻ പാരിറ്റി. നമ്പർ ഓഫ് വൺസ് ഇൻ ദ കോഡ് വേർഡ് ഈസ് ഈവൻ. ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ വൺസ് നമ്മൾ ഈവൻ ആയിട്ട് സെറ്റ് ചെയ്യും. കോഡ് പാരിറ്റി. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇത്ര ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തതിന് ശേഷം റിസീവർ എൻഡിലേക്ക് നമ്മൾ ഒരു പാരിറ്റി മെത്തേഡ് വഴിയായിരിക്കും നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പാരിറ്റി ബിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫോർ ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ ആഡ് എ 0 or 1 ടു എൻഷുർ ദ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈസ് ഈവൻ. നമ്മൾ അയക്കുന്ന ഡേറ്റയിൽ ടോട്ടൽ നമ്പർ ഓഫ് വൺ ഈവൻ ആയിരിക്കണം. ഈവൻ ആണെങ്കിൽ മാത്രമേ ആ ഡേറ്റ കറക്റ്റ് ആയിട്ട് റിസീവർ എൻഡിൽ റിസീവ് ആയി, ട്രാൻസ്മിറ്റ് ആയി എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ആണ് പാരിറ്റി ബിറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റയിൽ 4 1 ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ട്രാൻസ്മിറ്റ് ആയി റിസീവർ എൻഡിൽ 5 ആയിട്ടാണ് കിട്ടുന്നത് എങ്കിൽ
അവിടെ എന്തോ എറർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 6 നമ്പർ ഓഫ് വൺസ് ആണ് കിട്ടുന്നത് എങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈവൻ പാരിറ്റി മെത്തേഡ് ആണ്. പക്ഷേ 4 നമ്പർ ഓഫ് 1 ട്രാൻസ്മിറ്റ് ചെയ്ത് 6 നമ്പർ ഓഫ് 1 കിട്ടുക എന്ന് പറയുന്നതിന്റെ ചാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കാരണം ഒരു സിഗ്നൽ ആഡ് ആകുക അല്ലെങ്കിൽ ഒരു നോയ്സ് കാരണം ഒരു ഡേറ്റ ഈവൻ നമ്പറിൽ നിന്നും ഓഡ് നമ്പർ ആയിട്ട് മാറാം. അതിന്റെ ചാൻസ്, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷെ 4 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ എൻഡിൽ മറ്റേ സൈഡിൽ 6 1 കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചാൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാരിറ്റി ബിറ്റ് കാൽക്കുലേഷൻ, പാരിറ്റി ബിറ്റ് കോഡ്സ് എറർ ഡിറ്റക്ഷനും എറർ മിനിമൈസേഷനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓഡ് പാരിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻഷുർ ദ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈസ് ഓഡ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയിൽ ഇത്ര നമ്പർ ഓഫ് 1, ഇപ്പോൾ 3 1 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. റിസീവറുടെ സൈഡിൽ 2 1 അല്ലെങ്കിൽ 4 1 ആണ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് എറർ ഉണ്ട് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാം. എറർ ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനും റിസീവറിന്റെ ഇൻഡിൽ കാണും. അതൊക്കെ നിങ്ങൾ കൂടുതലും അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഓഡ് പാരിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കും. അപ്പോൾ 3 നമ്പർ ഓഫ് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ എൻഡിൽ 5 നമ്പർ ഓഫ് 1 കിട്ടാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ പാരിറ്റി ഡേറ്റ 1101 010 4 1 ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഒരു ബിറ്റും കൂടെ ആഡ് ചെയ്യും. കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ ഡേറ്റ 1101 010. ഇതില് 4 1 ഉള്ളത്. സിൻസ് ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഓൾറെഡി ഈവൻ, we will add a parity bit of 0 to maintain even parity. So even number of ones ensure ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്തിട്ട് ഇടും. റിസൾട്ട് ട്രാൻസ്മിറ്റഡ് ഡേറ്റ വിത്ത് ഈവൻ പാരിറ്റി ഈസ് 1101 010. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു ബിറ്റ് ചേഞ്ച് ആയാൽ തന്നെ 0ൽ നിന്ന് 1ലേക്കോ 1ൽ നിന്ന് 0ലേക്കോ മാറിയാൽ തന്നെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആയിരിക്കും മറ്റേ എൻഡിൽ കിട്ടുക. അപ്പോൾ അത് ഓഡ് നമ്പർ ഓഫ് വൺസ് കിട്ടിയാൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എറർ ആണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ നമുക്ക് എൻഷുർ ചെയ്യാം. അതിനാണ് നമ്മൾ ഒരു എക്സ്ട്രാ 0 കൂടെ ആഡ് ചെയ്തിട്ട് വിടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ടു ഗെറ്റ് കറക്റ്റ് ഡേറ്റ അറ്റ് ദ ഔട്ട്പുട്ട് വാട്ട് ഡു വി ഹാവ് ടു എൻറ്റർ ടു എൻഷുർ ഈവൻ പാരിറ്റി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. നമ്മൾ ഈവൻ പാരിറ്റി മെത്തേഡ് ആണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡേറ്റയിൽ എന്ത് ബിറ്റ് ആഡ് ചെയ്താലായിരിക്കും കറക്റ്റ് ഡേറ്റ മറ്റേ എൻഡിൽ കിട്ടുക. അപ്പോൾ ഈവൻ പാരിറ്റി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 0 ആഡ് ചെയ്താൽ മതിയാകും എന്നായിരിക്കും ആൻസർ വരും. അതുപോലെ ഓഡ് പാരിറ്റി ഡേറ്റ 1010 111, ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 1 2 3 4 5. അപ്പോൾ 5 1 തന്നെ ഉണ്ട്. ഓഡ് പാരിറ്റി മെത്തേഡ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓഡ് നമ്പർ ഓഫ് 1 തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 0 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഓഡ് നമ്പർ ഓഫ് വൺസ് തന്നെ ഔട്ട്പുട്ട് എൻഷുർ ചെയ്യാം. ഞാൻ പല എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ 1010 ഈവൻ പാരിറ്റി 4 1 ഇവിടെ ഉള്ളത്. സിൻസ് ഇറ്റ്സ് ഈവൻ ആഡ് എ 0 പാരിറ്റി ബിറ്റ്. ഇവിടെ എറർ ഡിറ്റക്ഷൻ, സപ്പോസ് ദ റിസീവ്ഡ് ഡേറ്റ ഈസ് 1010 1011 1011 ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ 5 1 കാണും. 5 1 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു എറർ അവിടെ ഡിറ്റക്ട് ചെയ്തു. ആ ഡേറ്റ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ഫേക്ക് ആണ്, അല്ലെങ്കിൽ അതല്ല
റിസീവ് ചെയ്യേണ്ടത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ്. ദർ ആർ 3 ones. ഫോർ ഈവൻ പാരിറ്റി വി നീഡ് ടു ആഡ് എ പാരിറ്റി ബിറ്റ്. അതായത് ഇവിടെ ഡേറ്റയിൽ 3 ഒന്നാണ് ഉള്ളത്. അപ്പോൾ ഈവൻ പാരിറ്റി മെത്തേഡ് ആണ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ സോ ആഡ് എ 1 ആഡ് ചെയ്യുന്നവർ നമുക്ക് 4 ഒന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റഡ് ഡേറ്റ വിത്ത് ഈവൻ പാരിറ്റി ഈസ് 11100.0.1. അതുപോലെ ഓഡ് പാരിറ്റി ഡേറ്റ എന്ന് പറയുന്നത് 4 ഒന്നുള്ള ഒരു ഡേറ്റയാണ്. കൗണ്ട് ദ നമ്പർ ഓഫ് വൺസ്. 4 ഒന്നുണ്ട്, നമുക്ക് ഒരു ഒന്നും കൂടെ ആഡ് ചെയ്താൽ 5 ഒന്നാക്കാം. ഓഡ് പാരിറ്റി മെത്തേഡിൽ 5 ഒന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഔട്ട്പുട്ടില്. അപ്പോൾ നമുക്ക് ഡേറ്റ കറക്റ്റ് ആണോ, എന്തെങ്കിലും സിഗ്നൽ ആഡ് ആയിട്ടുണ്ടോ, നോയിസ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എൻകോഡ് ദ ക്യാരക്ടർ എ യൂസിങ് ASCII. എ എന്ന് പറയുന്നതിന് നമ്മൾ 65 ആയിട്ട് ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് 65 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 7 bits റെപ്രസെന്റ്. ക്യാരക്ടർ 1 എന്ന് പറയുന്ന ക്യാരക്ടറിന് നമുക്ക് ASCII വാല്യൂ 49 ആണ് ഡെസിമൽ റെപ്രസെന്റ്. ഇതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 49, അതായത് ബൈനറി റെപ്രസെന്റേഷൻ 49 ആണ് വരുന്നത്. VCD എന്ന് പറയുന്നതിന് നമുക്ക് അറിയാം 29 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് 2 എന്ന് പറയുന്നത് 0010, 9 എന്ന് പറയുന്നത് 100. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയാൽ 29 ആയിട്ട് റെപ്രസെന്റ്. 57, 5 എന്ന് പറയുന്നത് 0101 ആണ്, 7 എന്ന് പറയുന്നത് 011 ആണ്. ഇത് ഒന്നിച്ച് എഴുതിയാൽ നമുക്ക് 57 VCDയിൽ റെപ്രസെന്റ് ചെയ്യാം. VCD is commonly used in digital systems for arithmetic operation. നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞു, കാരണം ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ VCD കോഡ് എഴുതിയാൽ വളരെ എളുപ്പമാണ്. ഡിജിറ്റൽ ക്ലോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റേഴ്സിലുണ്ട്, ഡിജിറ്റൽ മീറ്റേഴ്സിൽ യൂസ് ചെയ്യും. XS3 ഓൾറെഡി ഞാൻ ട്രിക്ക് നേരത്തെ പറഞ്ഞു തന്നു. 7 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് തരുന്നത് എങ്കിൽ ആദ്യം ഡെസിമൽ വാല്യൂ 7 + 3 ചെയ്യുക, 10. പിന്നെ അതിനെ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ബൈനറി റെപ്രസെന്റേഷൻ ചെയ്യും, 10, 10. 5 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് എക്സാമ്പിൾ വരുന്നത്. ജസ്റ്റ് 5 + 3 ചെയ്യുക, 8. 8നെ നമുക്ക് ബൈനറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 1 1 0 0. സോ XS3 1000. ഗ്രേ കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബൈനറി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഇതെല്ലാം കൂടെ മാറിപ്പോയത്. കാരണം ഗ്രേ കോഡ് എന്ന് പറയുന്നത് ഈ അടുത്തടുത്ത് വരുന്ന ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് നമുക്ക് ഗ്രേ കോഡിൽ വരുന്നത്. ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് 3. ആദ്യം വരുന്ന ഈ 0യെ നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതും. പിന്നെ 0 + 0 ചെയ്യുന്നു, 0 ചെയ്യുന്നു. 0 + 1 ചെയ്യുന്നു, 1 വരുന്നു. പിന്നെ 1 + 1 ചെയ്യുന്നു, 0. ഗ്രേ കോഡ് 0010. 5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ഗ്രേ കോഡിലായി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡെസിമൽ നമ്പർ 5 ആണെങ്കിൽ 5ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എടുത്തെഴുതുക. ബൈനറി എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്തതുപോലെ ചെയ്യാം. 0 MSB ആണ്, 0 എഴുതും. 0 + 1 ചെയ്യുന്നു, 1. 1 + 0 ചെയ്യുന്നു, 1. 0 + 1, ഗ്രേ കോഡ് 01. പിന്നെ ഞാൻ ജസ്റ്റ് സമ്മറി കൊടുത്തിരിക്കുന്നതാണ്. ASCII എനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, 7-bit encoding for characters in ASCII. VCD 29 to 9. Each decimal digit is represented by 4-bit line. XS3 എന്ന് പറയുമ്പോൾ XS3 എന്ന് നമ്മൾ ക്വസ്റ്റ്യനെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ആഡ് ചെയ്തേക്കുക. 7 + 3 ചെയ്യുന്നു, 10 ചെയ്യുന്നു. 10നെ ബൈനറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഗ്രേ കോഡ് ജസ്റ്റ് ഡെസിമൽ നമ്പർ കിട്ടുമ്പോൾ തന്നെ അതിനെ ബൈനറി ആയിട്ട് എടുത്തെഴുതുക, 0010. എന്നിട്ട് MSB എടുത്തെഴുതുന്നു, എല്ലാം തമ്മിൽ ആഡ് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. സക്സസീവ് നമ്പേഴ്സ് ഡിഫർ ബൈ ഓൺലി 1. പിന്നെ ഈവൻ പാരിറ്റി നമുക്കറിയാം. ഈവൻ പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് 1 എത്രയുണ്ടെന്ന് നോക്കുക. 1 1 1 1 1, 5 ഒന്നുണ്ട് അല്ലെ. അപ്പോൾ ലാസ്റ്റില്
ഒരു ഒന്നും കൂടെ ആഡ് ചെയ്യും. 1 0 1 1 0 1 1. അതാണ് അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ആഡഡ് പാരിറ്റി ബിറ്റ് ടു മേക്ക് ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൻ. അതുപോലെ തന്നെ നമ്പർ ഓഫ് വൺസ് 3 ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ബൈനറി റെപ്രസെന്റേഷനിൽ ജസ്റ്റ് അവസാനം 0 മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം നമ്പർ ഓഫ് വൺസ് ഓഡ് നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് 0. Recap. Character encoding using 7 bits for standard text. BCD a way to represent each decimal digit with its 4-bit binary. XS3 എന്ന് പറയുന്നത് binary code decimal encoding where 3 is added to each decimal digit. Gray code. Successive values add ചെയ്യുന്നു, എടുത്തെഴുതുന്നു. Even parity, number of ones even ആക്കുന്നു. Odd parity, number of ones total. Thank you.